ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 17 വേഴ്സ് 1. 1 രാജാക്കന്മാർ 17:1. ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ തീ പോലെ ഒരാൾ വരികയാ. വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരുമില്ല. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്. വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ. കമാൻ, ചിലതിനെ നോക്കി ഞാൻ പ്രവചിക്കുകയാ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരുമില്ലേലും ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്തിരിക്കുന്ന നീ ഒരു വരവ് വരാൻ പോകുകയാ. ചാട്ടുളി പോലെ ഇന്ന് രാവിലെ ഈ ദൂത് ചില ഹൃദയങ്ങളിൽ തറയ്ക്കുകയാണ്. ലിഫ്റ്റ് ചെയ്യാൻ ആരുമില്ലേ, പൊക്കിയെടുക്കാൻ ആരുമില്ലേ. ആകെയുള്ളത് തളർത്താനുള്ള ആളെയുള്ളോ, കൈവച്ചിരുത്താനുള്ള ആളെയാണോ നീ കണ്ടേ? എന്നാൽ ഇന്ന് രാവിലെ ദൈവം പറയുന്ന ദൈവ സാന്നിധ്യത്തിൽ നീ ഇരിക്കുന്നെങ്കിൽ കമാൻ, ഏലിയാവ് പറയുന്ന ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഷതറബഖന റാഠാകതറബഗ ശകതറയബ റാഠാകതറബഗ ഷിയറ. എനിക്ക് ചിലതിനെ തൊട്ടേ പറ്റുള്ളൂ. ഇന്ന് രാവിലെ ചിലതിനെ തൊട്ടേ പറ്റുള്ളൂ. കാരണം ചിലതിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരഗ്നി വളയം ഇറങ്ങാൻ പോകുകയാ. അഗ്നി വളയം വെളിപ്പെടാൻ പോകുകയാ. ചിലതിലേക്ക് ഒരു എൻകൗണ്ടറിൻ്റെ ദൈവശക്തി ഇറങ്ങാൻ പോകുകയാ. കാര്യ നിന്നെ പറയാൻ ആരും കാണില്ല, നിനക്ക് അഭിഷേകം ഉണ്ടെന്ന് പറയാൻ ആരും കാണില്ല. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പരിശുദ്ധമാ പറയുക, ഉള്ള സമയം സാന്നിധ്യത്തിൽ നീ ഇരുന്നാൽ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവനായിരിക്കും. നിൽക്കുന്നവർ നിൽക്കട്ടെ, നടക്കുന്നവർ നടക്കട്ടെ, ഇരിക്കുന്നവർ ഇരിക്കട്ടെ, പ്രാപിക്കുന്നവർ പ്രാപിക്കട്ടെ, കരയുന്നവർ കരയട്ടെ, ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ, ചാടി പിടിക്കുന്നവർ ചാടി പിടിക്കട്ടെ, വായി തുറക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, മണിക്കൂറുകൾ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആത്മാവ് പറയുക, നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി സ്വർഗം ഏറ്റെടുക്കുകയാ. സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്തമാ. ഉള്ള സമയം മുതൽ തെക്കും വടക്കും നടന്ന് സമയം കളഞ്ഞിട്ട് എന്നെ ആരും പരിചയപ്പെടുത്തുന്നില്ല, എന്നെ ആരും ലിഫ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നോ റെസ്പോൺസിബിലിറ്റി ദൈവത്തിന്. ഉള്ള സമയം തെക്കും വടക്കും നടക്കാനല്ല, ഇരിക്കവൻ്റെ സാന്നിധ്യത്തിൽ 4, 5, 6, 7, 8, 10 മണിക്കൂർ ഇരിക്ക. Presence of God, presence of God, presence of God. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ, നിന്റെ വീടിൻ്റെ അകത്ത് മണിക്കൂറുകൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന നിന്നെ എന്നും മറച്ചു വെക്കില്ല ദൈവ. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇട നിപ്പുണ്ടെന്ന് ഒരു ദൂത് വെളിപ്പെട്ടത് ഓർമ്മയുണ്ടോ? എങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ചിലതിനെ ഇനി കർത്താവ് മറച്ചു വെക്കുകയില്ല, പുറത്തെടുക്കാൻ പോകുന്നു. I stand in the presence of God. ഞാൻ വരുന്നത് ഗിലെയാദിൽ നിന്നല്ല, ഞാൻ വരുന്നത് തിഷ്ബയിൽ നിന്നല്ല, ഞാൻ വരുന്നത് സാന്നിധ്യത്തിൽ നിന്നാണ്. ഞാൻ വരുന്നത് ഗിലെയാദിൽ നിന്നല്ല, ഞാൻ വരുന്നത് യോർദാൻ രാജ്യത്തിലെ തിഷ്ബിയിൽ നിന്നല്ല, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് സാന്നിധ്യത്തിൽ നിന്നാണ്. Presence of God, presence of God. ഭയങ്കര ദൈവ സാന്നിധ്യം ചിലരെ മൂടാൻ പോവാ. പ്രസൻസ് വായി തുറന്ന് സ്വീകരിച്ചോണം. സാന്നിധ്യം മൂടാൻ പോവാ, സാന്നിധ്യം മൂടാൻ പോവാ. ദേവപ്രസന്നം, പ്രസന്നം, പ്രസന്ന, ദേവപ്രസന്നം, പ്രസൻസ് ഓഫ് ഗാഡ്, പ്രസൻസ് ഓഫ് ഗാഡ്. ചിലരെ പൊതിയാൻ പോവാ, പൊതിയാൻ പോവാ, ആള് മാറുന്നത് പോലെ. നിന്നെ ആരൊക്കെയോ വേദനിപ്പിച്ചിട്ടുണ്ട്, നിന്നെ ആരൊക്കെയോ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്.
പൊതിയാൻ പോവാ ദൈവം, നിന്നെ അങ്ങ് കവർ ചെയ്യാൻ പോവാ. ആരും ഫോക്കസ് ചെയ്യണ്ട. പ്രാപിക്കുന്നവർ പ്രാപിച്ചോട്ടെ. എങ്ങനെ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമോ? സ്റ്റേജിലേക്ക് നോക്കണ്ട, ഇടവും വലവും നോക്കണ്ട. നിങ്ങളും പരിശുദ്ധമാവും. ഈ സഭയ്ക്കകത്ത് ചിലത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ദൈവം യൂസ് ചെയ്യാൻ അസാധാരണമായ പ്രവചനത്തിൻ്റെ അഭിഷേകം, അസാധാരണമായ ഒരു അപ്പസ്റ്റോലിക് അനോയിന്റിംഗ്, signs and wonders, working of miracles, word of wisdom and word of knowledge, gift of prophecy, other tongues, അന്യ ഭാഷകളുടെ വ്യാഖ്യാനം, ദേവ പ്രസന്നം 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 ശിൽഹാബിനകോസ് ദേവ പ്രസന്നം 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 ദേവ പ്രസന്നം രാജാ പ്രസന്നം போதுமையா எப்போதும் எனக்கு போதுமையா ராஜா பிரசன்னம் போதுமையா எப்போதும் எனக்கு போதுமையா பிரசன்னம் பிரசன்னம் தேவ പ്രസന്നം ഹല്ലേലൂയ പ്രസന്നം സുർഖുബകന അരബ് ചലരഗജ നീരില്ല നാളല്ല നാളാകുമാ നീരില്ലാത വാഴ്വല്ല വാഴ്വാകുമാ നീരില്ല നീരില്ലാതെ വാഴ്വല്ല എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ വീട്ടിൽ ചിലര് പ്രാർത്ഥനയ്ക്ക് വരാൻ പോവാ. നീ പ്രാർത്ഥിക്കുമ്പോഴല്ല അവർ വിടുവിക്കപ്പെടാൻ പോകുന്നേ. നിന്റെ വീട്ടിൽ കയറുമ്പോൾ തന്നെ അവരുടെ കെട്ടഴിഞ്ഞിരിക്കും. വായ് ആ വീട് സാന്നിധ്യം കൊണ്ട് മൂടിയ ഒരു വീടായി മാറാൻ പോവാ. സാന്നിധ്യം കൊണ്ട് മൂടിയ ഒരു വീടായി. Presence of God is here. Presence of God is here. വെറുതെ പ്രസൻസ് അനുഭവിക്കാൻ ഒക്കത്തില്ല. നീ അവൻ്റെ മുമ്പിൽ ഇരിക്കണം. തമിഴിലൊരു വരിയുണ്ട്, ഈരവെല്ലാം പകലെല്ലാം ഇതയം ഉമക്കാക തുടിക്കുതയ്യാ എൻ നിனைவெல்லாம் பேச்செல்லாம் நேசரே உம்மை பற்றித்தானேனையா உன்னதா தேவனே എന്നേശുരാജനേ ഉമ്മോട് ഇണൈന്തിട എന്നുള്ളം ഏങ്കു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന പാട്ടുകൾ നിന്റെ വീട്ടിൽ പുറത്തു വരാൻ പോവാ. ദുഃഖഗാനങ്ങൾ പാടി സമയം കളയരുത്. Presence of God is here.
യു ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ. നീ ആള് വേറെയാകയാ. നിന്റെ നാവ് വേറെയാ. നിന്റെ നാവ് പ്രവചനത്തിൻ്റെ നാവാ. നിന്റെ നാവ് പ്രവാചകന്റെ നാവാ. നിന്റെ നാവ് ശിഷ്യന്മാരുടെ നാവാ. നിന്റെ നാവ് അഗ്നി നാവാ. നിന്റെ ഭാഷ അഗ്നി ഭാഷയാണ്. നിന്റെ നാവ് ഉണർവിൻ്റെ നാവാണ്. നിന്റെ നാവ് സാന്നിധ്യത്തിൻ്റെ നാവാ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ സാന്നിധ്യമല്ലാതെ Sing everybody. നിൻ കൃപ അല്ലാതെ ശക്തിയല്ലാതെ നിൻ കൃപ അല്ലാതെ നിൻ ശക്തിയല്ലാതെ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ പട്ടിണി വേട്ടയാടിയ സമയവും പാട്ടല്ലാതെ വേറൊന്നും സാമ്പാസഹില്ലായിരുന്നു. അതുകൊണ്ടാണ് എഴുതിയ ഞാൻ കഷ്ടതയിലും ദുഃഖവേളകളിലും ഞാൻ നിന്നെ അല്ലാതെ വേറൊന്നും തേടില്ല. വേറൊന്നും വേണ്ടപ്പാ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ചിലരെ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞ് ദൈവം അതിശക്തമായി ഉപയോഗിച്ചാൽ എത്ര പേരത് സ്വീകരിക്കും? അസൂയ കൂടാതെ എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയും? മനസ്സോടെ പറ, എൻ്റെ അപ്പ നീ അവരെ ഉപയോഗിക്കണേ, എൻ്റെ അടുത്ത് നിൽക്കുന്നവരെ ഉപയോഗിക്കണേ. അവർ ശക്തരായ സുവിശേഷകരാകണം, അവർ ശക്തരായ പ്രവാചകന്മാരാകണം. ഉത്തരേന്ത്യയെ ഇളക്കി മറിക്കുന്നവരായി അവർ മാറണം. അവർ തീ പിടിച്ച മിഷണറിമാരായി മാറണം. ഇവിടെ നിൽക്കുന്ന സഹോദരി, പരിശുദ്ധാത്മാവ് നിന്നെ തീ പിടിപ്പിച്ച് യൂസ് ചെയ്യാൻ പോകുകയാ. തള്ളിക്കളയില്ലവൻ. ഒരു വീടിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് അതേ വീടിൻ്റെ അകത്ത് അഭിഷേകം ചെയ്യാൻ പോകുകയാ. ഇവിടെ നിൽക്കുന്ന സഹോദര, യൗവനക്കാരാ, ഇന്ന് രാവിലെ നിങ്ങളോട് പ്രവചിക്കാൻ ദൈവത്തിന് ദൂതുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവശബ്ദമാണ്. ദൈവം നിന്നെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? ദൈവ സാന്നിധ്യത്തെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നു,
നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടാൻ പോവാ. നടന്നു പോകുമ്പോൾ ശക്തി പുറപ്പെടാൻ പോവാ. നിങ്ങൾ ജസ്റ്റ് നടന്നു പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് ദൈവശക്തി പുറപ്പെടുന്ന ഒരു സാന്നിധ്യത്തിൻ്റെ തലം ഹോളി സ്പിരിറ്റ് ചെയ്തു തുടങ്ങുകയാ. കുറെ നേരമായി എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിൽക്കുക, നിങ്ങൾ നിൽക്കുക. നമ്മളൊക്കെ ഒത്തിരി അലഞ്ഞവരല്ലേ, വലഞ്ഞവരല്ലേ ലൈഫിൽ, അല്ലേ? ആരോടും പറയാതെ ഒത്തിരി ഒതുക്കിയവരല്ലേ പലതും. കരയുക എന്നുള്ള ചാലകം മാത്രമല്ലായിരുന്നോ തമ്പുരാൻ്റെ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സമയത്തൊക്കെ ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയിടും. എന്നാൽ പാറ സഹോദര സഹോദരി, നിന്റെ ഉള്ളിലുണ്ടെന്ന് നീ അറിയാൻ പോവാ. അറിയാൻ പോവാ. ഈ ആഴ്ച അത്ഭുതത്തിൻ്റെ ആഴ്ചയാ. ചില ഡിവൈൻ കണക്ഷൻ വരാൻ പോവാ. ഇതുവരെ ഇല്ലാത്ത ചില ഡിവൈൻ കോൺടാക്റ്റുകൾ കർത്താവ് തരാൻ പോവാ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ കരയാതെ പാടാൻ പറ്റുമല്ലേ? പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയത് ആരാ? മൊത്തം മഹത്വം അതിന് കൊടുത്തേര്. പോട്ടെ, എല്ലാ മഹത്വവും സർവശക്തന് പോട്ടെ. വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എങ്ങനെ? എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ല. സഹോദര, ബന്ധക്കാരും സ്വന്തക്കാരൊക്കെ ഒത്തിരി പേരല്ലേ? വേദനപ്പെട്ടപ്പോൾ പലരും വീട്ടിൽ വന്ന് സാരമില്ല കേട്ടോ, കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞവരെ നിനക്ക് ഓർമ്മയുണ്ട്. നിനക്കറിയുമോ, ഒരാൾ പോലും നല്ല മനസ്സോടെയല്ല നിന്നെ വീക്ഷിക്കുന്നത്. നിന്റെ വീട്ടിലൊരു നന്മ ഉണ്ടാകുമ്പോൾ അവർക്കെല്ലാം ഉള്ളത്തിൽ പെയിനാണ്. പക്ഷെ നിനക്കൊരപ്പനുണ്ട്. നീ കരഞ്ഞാൽ കൂടെ കരയും, നീ വേദനിച്ച ചാരേ വരും. ഒന്ന് കരഞ്ഞു പോയാൽ മിഴി തുടയ്ക്കും. കാര്യം അവൻ നിന്റെ അപ്പനാകയാൽ. എല്ലാവരും കര ഉയർത്തി വിളിക്കും, ഡാഡി, പറ പിതാവേ, വൺ മോർ ടൈം ഡാഡി.
എന്നോട് കർത്താവ് പറയുന്നു, ഞാൻ വെളിപ്പെടാൻ പോവാ. ചില വീട്ടിലൊക്കെ ഞാൻ വെളിപ്പെടാൻ പോകയാ. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഇനി ഞാൻ അടങ്ങിയിരിക്കുകയില്ല. കമാൻ മോസസ്. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുക. വാഹനമില്ലാത്തതിന്റെ പേരിൽ നിന്ദിക്കപ്പെട്ടവർ ഇതിൻ്റെ അകത്ത് നിപ്പുണ്ട്. തമ്പുരാൻ ആ കേട് തീർക്കാൻ പോവാ. മിനിസ്ട്രിയിൽ നിന്ദിക്കപ്പെട്ടവർ ഇതിൻ്റെ അകത്ത് നിപ്പുണ്ട്. തമ്പുരാൻ ആ കേട് പോക്കാൻ പോകയാ. സാമ്പത്തിക മേഖല ഉയർന്നു വരാത്തത് കൊണ്ട് പല ബന്ധുമിത്രാദികൾ നിന്ദിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ദർശിക്കുകയാ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ കേട് കർത്താവ് തീർക്കാൻ പോകയാ. സ്വന്തമായി വീടില്ലാത്തതിന്റെ പേരിൽ തലകുനിക്കുവാൻ നിർബന്ധിക്കപ്പെട്ട വാക്കുകൾ തലയ്ക്ക് മീതെ ശരം പോലെ പറഞ്ഞു വിട്ടത് കേട്ടവർ ഇതിന്റെ അകത്ത് നിപ്പുണ്ട്. ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, കിണറെ പൊങ്ങിവ എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം നടത്തിയ സർവശക്തൻ നിന്റെ വീടിന്റെ കേട് പോക്കാൻ പോകുകയാ. അവൻ നിന്റെ അപ്പനാണ്. തള്ളയപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി, ഉള്ളം ഉരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണുനീറയുന്നൻ രക്ഷകനെ. ഉള്ളം ഉരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണുനീറയുന്നൻ. നിന്നെ മകനാക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ കാൽവറിയിൽ തല്ലി തകർത്ത ഈ അപ്പനെ പോലെ ഇങ്ങനെ സ്നേഹിക്കുന്നൊരു പിതാവ് ഈ മണ്ണി വേറെ ഉണ്ടോ സാറേ? അതുകൊണ്ട് ഇന്ന് കരഞ്ഞാണേലും കൈ ഉയർത്തിയാണേലും അല്പം വിയർത്ത് കുളിച്ചാണേലും അപ്പൻ അങ്ങ് സ്തോത്രം ചെയ്തോ. അവനുള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ നീ ഇവിടെ ഇരിക്കണേ, നീ ഇവിടെ നിൽക്കണത്, നീ ഇവിടെ ഒന്ന് സ്തോത്രം ചെയ്യുന്ന അവനുള്ളത് കൊണ്ടാണ്. ജീവിത ഭാരം മുഴുവൻ തലയ്ക്ക് മുകളിൽ കയറി ഭർത്താവ് സഹായിക്കാതെ, ഭാര്യ ഹെൽപ്പ് ചെയ്യാതെ, ഒരു വീട്ടിൽ നിന്നും സഹായം കിട്ടാതെ ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കിയപ്പോൾ ഇനിയൊരു ലൈഫ് മുമ്പോട്ടില്ല എന്ന് ജീവിതം വിധി എഴുതുന്ന അവസാനത്തെ മൂമെൻറ്റിൽ 4-ാം യാമത്തിൽ തിരയെ നടപ്പാതയാക്കി നിന്റെ അടുക്കിലേക്ക് നടന്നു വന്ന് എൻ്റെ മകനെ എന്ന് പറഞ്ഞ് നിന്നെ ചാരയണച്ച സർവശക്തനല്ലേ നിന്റെ അപ്പൻ? അവനല്ലേ നിന്റെ പിതാവ്? വായി തുറന്ന് വിളിക്കടാടി. കാൽവറിക്കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി. കുഞ്ഞാടെ, നിന്നിൽ ഞാൻ കാണുന്നു എൻ്റെ അപ്പനെ. ഞാൻ നിന്നിൽ കാണുന്നത് ആരെയാണ്? എൻ്റെ അപ്പനെ കാണുന്നു. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവൻ പറയൂ. എന്തോ ഇന്ന് കർത്താവ് പറയുക. കർത്താവ് അങ്ങനെയാണല്ലോ പറയുന്നത്. നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ എന്താ പറയേണ്ടതെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ പിതാവിൻ്റെ ആത്മാവ് എന്നെ വചനം, എൻ്റെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരും. അതിൻ്റെ അർത്ഥം എന്നാ? മക്കൾ വേദനിക്കുമ്പോൾ അപ്പം വെളിപ്പെടും. നീ വായി തുറന്ന് പറയുമ്പോൾ അപ്പൻ്റെ വോയിസാ വരുന്നേ. ആ കാഴ്ചപ്പാടുള്ള എത്ര ദൈവമക്കൾ ഇതിൻ്റെ കത്ത്. പാമ്പാടിക്കണ്ടത്തിലെ ഹോളിലൊക്കെ ആ വരി പാടി 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 മണിക്കൂർ എത്ര ചാടിത്തുള്ളിയവരാ ഇതിൻ്റെ അകത്ത് നിൽക്കണേ. നഷ്ടമൊന്നും വന്നില്ല കേട്ടോ, നഷ്ടമൊന്നും വന്നില്ല. തമ്പുരാൻ പൊക്കിയെടുക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കൈ ഉയർത്തി നിങ്ങളൊന്ന് ബ്ലസ് ചെയ്യട്ടെ. നിന്നെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. പക്ഷെ നീ സാന്നിധ്യത്തിലിരുന്നാൽ നീ എന്നൊരു വ്യക്തി അഭിഷിക്തനാണെന്ന് ദൈവം തെളിയിക്കും. ചില അരമനകളിൽ ദൈവം അറിയിപ്പ് കൊടുക്കും. ചില ഉന്നതന്മാർക്ക് ദൈവം അറിയിപ്പ് കൊടുക്കും. ഇങ്ങനെ ഒരാൾ അഭിഷേകം വഹിച്ചിരിപ്പുണ്ട്. ഇതുവരെ നീ കയറാത്ത സ്ഥാനത്ത്, ഇതുവരെ നീ കയറാത്ത ഏറിയയിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വഴി തുറക്കാൻ പോകുകയാ. നിന്റെ പപ്പയോ മമ്മിയോ തൊടാത്ത ചില കൊമ്പിൽ നിന്റെ കൈ ഉയർന്നു വരാൻ പോവാ.